അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ടെന്ന് തോന്നിയിട്ടാണ്. അത് ഈ തടി പോരാ, വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത്, തടിയുടെ കട്ട് കാണും. പിന്നെ അനുഷ, അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പോലീസാണ്. അതിലിപ്പോ നികേഷ് കാണിച്ച മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPM ഇതര അല്ലെങ്കിൽ ഇടതുപക്ഷ ഇതര ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇത്രയും ശക്തമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാടുകൾക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ടാവും? കോൺഗ്രസിൻ്റെ ആളുകളുടെ പ്രസംഗത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയി കെട്ടിപ്പിടിക്കുകയും ചുംബനം പാർലമെന്റിൽ നമ്മൾ കാണുകയുണ്ടായല്ലോ. അപ്പം അത്രയും ശക്തമായ നിലപാടാണ് ഇടതുപക്ഷം എപ്പോഴും സ്വീകരിക്കുന്നത്, ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിൽ ഇവരുടെ BJPയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, BJP ഇപ്പോൾ ത്രിപുരയിൽ അവർക്ക് വിജയം നേടിക്കഴിഞ്ഞ ഘട്ടത്തിൽ പ്രത്യയശാസ്ത്രപരമായ വിജയമെന്നാണ് പറഞ്ഞത്. ചെറിയൊരു സംസ്ഥാനമാണെങ്കിൽ പോലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള വിജയം. അപ്പോൾ അതുകൊണ്ട് തന്നെ CPIMനെ അവർ ഭയപ്പെടുന്ന 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രത്യയശാസ്ത്ര പ്രശ്നം തന്നെ, അവർ ഈ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ളതാണ്. അവർ ആന്തരികമായിട്ടുള്ള ശത്രുക്കളായി തന്നെ, ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. 2, CPM ആണ് ഇപ്പോൾ അധികാരത്തിൽ 10 വർഷം ഇരുന്നില്ലേ. ഈ 10 വർഷം കേരളം ഒരു ധ്രുവീകരണത്തിനും വഴിയൊരുക്കിയില്ല, ഒരു വർഗീയ കലാപവും നടന്നില്ല. അവരുടെ അജണ്ടകൾ വഴി വേണമെങ്കിൽ വർഗീയ കലാപങ്ങളിലേക്ക് വഴിതെറ്റി വീഴാവുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഗവൺമെൻറ് സ്വീകരിച്ച ശക്തമായ നിലപാടുകളും നടപടികളും മൂലം അത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലുണ്ടായില്ല. അപ്പം 3, ഇനിയിപ്പോൾ എങ്ങനെ അധികാരത്തിലോ ഈ ധ്രുവീകരണം വഴിയുള്ള കാര്യത്തിലേക്ക് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ കുറച്ച് സൗകര്യമുണ്ട്. കോൺഗ്രസ് തോൽക്കുന്ന കോൺഗ്രസിനേക്കാളും മതനിരപേക്ഷ കേരളം ഭയപ്പെടേണ്ടത് ജയിക്കുന്ന കോൺഗ്രസിനെയാണ്. തോറ്റ കോൺഗ്രസ് ഒരാൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയുള്ള പ്രശ്നമല്ല ഉള്ളത്. നമ്മുടെ മുൻപിലുള്ള അനുഭവങ്ങൾ ഇപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രിയുടെ കണ്ടല്ലോ, വെടിവെച്ച് ആ ദൃശ്യത്തിനെ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ അയാളിൽ രൂപപ്പെട്ടത് എങ്ങനെയാണ്? അതാണ് നേരത്തെ നികേഷ് ചോദിച്ചു, തല വെച്ച് കൊടുത്തിട്ടു. ആ മാനസികാവസ്ഥ രൂപപ്പെടുത്തി കൊടുത്തത് കോൺഗ്രസ് ആണ് അങ്ങനെ മാനസികാവസ്ഥ ഒരാളെ രൂപപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഇടതുപക്ഷമാണ് ഇതിനൊന്നും വഴങ്ങാതെ നിൽക്കുന്നത്. ജയിച്ച കോൺഗ്രസിനെ വെച്ച് നേരത്തെ 30 സീറ്റ് കിട്ടിയാൽ പോലും ഭരണം കിട്ടുമെന്ന് പറഞ്ഞൊരു കേവല ഒരു തമാശയായിട്ടല്ല, ഈ അജണ്ട മനസ്സിലുള്ളത് കൊണ്ടാണ്. ഇടതുപക്ഷം എന്നുള്ളത് BJP നന്നായി ഭയപ്പെടുന്ന ഒന്നാണ്. കോൺഗ്രസ് ഇപ്പോൾ വഴി വെട്ടിക്കൊണ്ടിരിക്കുന്നത് BJPക്ക് വേണ്ടിയാണ്. അതാണ് ഇപ്പോഴത്തെ അവരുടെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലെല്ലാം കാണുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ക്ഷേത്ര പ്രശ്നം, ഇപ്പോൾ ആദ്യമായി രാമരാജ്യം എന്ന മുദ്രാവാക്യം തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത് BJP അല്ല, ഇന്ത്യയിൽ രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം മാറ്റിയിട്ടാണ് ഫൈസാബാദിലേക്ക് പോകുന്നത്. അത് മണിശങ്കർ അയ്യർ എന്നത്തെ പ്രസംഗം താൻ എഴുതി കൊടുത്ത പ്രസംഗമല്ല അവിടെ വായിച്ചതെന്ന്. പിന്നെ ഇന്നല്ല, ഈ വിവാദങ്ങളൊന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അകലാതിരുന്ന ഒരു കാലത്ത് പോലും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് രാമരാജ്യം പ്രഖ്യാപിച്ചത്. അതിനു മുൻപാണ് ശിലാന്യാസത്തിന് അനുമതി നൽകിയത്. അതിനു മുൻപാണ് താക്കോല് തുറക്കാൻ കൊടുത്തത്. അതിന് നേട്ടമാരുണ്ടാക്കി. ഇപ്പം ഇവിടെ ക്ഷേത്ര രാഷ്ട്രീയം കൊണ്ടുവരുന്നതും BJPക്ക് വരാനുള്ള ഒരു അവസരം ഒരുക്കാനാണ്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് എല്ലാ മതനിരപേക്ഷ ശക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഗവൺമെൻറ് എല്ലാവരുടേതുമാണ് എന്നതാണ് കഴിഞ്ഞ 10 കൊല്ലത്തെ ശരിയായ അനുഭവം എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ വെച്ച് നടന്ന RSSൻ്റെ ഒരു വലിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ ലോകസഭാംഗങ്ങളായ BJP നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് RSSൻ്റെ ഒരു നേതാവ്, ഞാൻ അയാളുടെ പേര് ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്, കുന്ദൻ ചന്ദ്രാവത്ത്, അദ്ദേഹം പരസ്യമായ ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി. ആ ആഹ്വാനം മറ്റൊന്നുമല്ല, പിണറായി വിജയൻ്റെ തല അറുത്തു കൊണ്ടുവന്നാൽ അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്ക് 1 കോടി രൂപ ഇനാം ഞങ്ങൾ നൽകും എന്നാണ്. സമീപകാലത്തൊന്നും അങ്ങനെ ഒരു പ്രഖ്യാപനം, ഒരു ആഹ്വാനം ഇന്ത്യ കേട്ടിട്ടില്ല. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ തല അറുത്തു കൊണ്ടുവരുന്ന ആൾക്ക് ഇനാം പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എത്രയോ നേതാക്കന്മാർ കേരളത്തിലും ദേശീയ തലത്തിലുമുണ്ട്. ഇങ്ങനെയൊരു ആഹ്വാനം അവർക്കാർക്കും നേരിടേണ്ടി വന്നിട്ടേയില്ല. അതിൻ്റെ ഏക കാരണമെന്ന് പറഞ്ഞാൽ സംഘപരിവാർ ഭീകരതയെ ഒരു മടിയും കൂടാതെ എതിർക്കുന്ന, നേരിട്ട് കടന്നാക്രമിക്കുന്ന, അതിനെതിരെ പ്രതിരോധം തീർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. CPIM ഇടതുപക്ഷം എന്നുള്ളതാണ് വസ്തുത. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു
പ്രചാരവേല ആരംഭിച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും UDF ആകെ തന്നെയുമാണ്, കോൺഗ്രസ്സൊക്കെ ഇവരെല്ലാം ഒന്നു ചേർന്നിട്ടാണ്. അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം പൊതുവിൽ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു, നമുക്ക് കാണാൻ കഴിയും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പൊതുവിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലും തലയെടുപ്പുള്ള മുസ്ലിം നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ദേശീയ മുസ്ലിങ്ങളെന്നൊക്കെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ മുസ്ലിം നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരായും വന്നിരുന്നു. എന്നാൽ പോകെ പോകെ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യം കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പാർട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഞാൻ വിസ്താര ഭയം കൊണ്ട് അതിലേക്കാകെ പോകുന്നില്ല. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ഇപ്പോൾ ബോഹോട്സിൻ്റെയൊക്കെ ഒരു ആരോപണത്തിൽ നേരിട്ട് നിൽക്കുന്ന സമയത്താണ്, ഇപ്പോൾ ഒരു പ്രതിച്ഛായ നഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ് നാഗ്പൂർ MP ആയിരുന്ന രാമജന്മഭൂമി മറ്റേ ക്യാമ്പയിൻ്റെയൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് കോൺഗ്രസിൻ്റെ നേതാവ് ബൻവാരിലാൽ പുരോഹിത്. അദ്ദേഹത്തെയാണ് ഒരു ഇടനിലക്കാരനായി രാജീവ് ഗാന്ധി RSS സർസംഘചാലകൻ്റെ അടുത്തേക്ക് അയച്ച് ശിലാന്യാസം നടത്താൻ ഞങ്ങൾ സമ്മതിക്കാം, ഞങ്ങളെ പിന്തുണയ്ക്കണം എന്ന ആവശ്യം മുൻപോട്ട് വെക്കുന്നത്. അതൊക്കെ വിശദീകരിക്കുന്ന ധാരാളം പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ശിലാന്യാസം നടന്നു. അത് പിന്നീട് 92-ൽ ബാബറി മസ്ജിദിൻ്റെ പൊളിക്കുന്നതിലേക്ക് നയിച്ചു, തകർച്ചയിലേക്ക് നയിച്ചു. ഈ അനുഭവങ്ങളെല്ലാം ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പല ഭാഗത്തും കോൺഗ്രസ്സിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വിശ്വാസത്തിന് ഇളക്കം തട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് UP-യിലല്ലേ. ഇപ്പോൾ UP-യിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? ആസാമിൽ, അങ്ങനെ ഓരോ സംസ്ഥാനം എടുത്താൽ, ബംഗാളിൽ, ഓരോ സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പോയി, എല്ലാം പോയി. അപ്പോൾ കേരളത്തിലേക്ക് കടന്നു വന്നാലും സ്ഥിതി ഇതാണ്. കേരളത്തിലും UDF അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോഴെല്ലാം ഇവിടെ വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു, പോലീസ് വെടിവെപ്പുകൾ ഉണ്ടാകുന്നു, നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നു. സിറാജുന്നീസയെ വെടിവെച്ച് പോകുന്നത് പാലക്കാട്ട് വെച്ചാണ്, കേരളത്തിലെ പോലീസ് വെടിവെച്ച് പോകുന്നതാണ്. തൊട്ടടുത്ത് ഇപ്പോൾ കർണാടകയിലേക്ക് നോക്കിയാൽ കർണാടകയിൽ കോൺഗ്രസ്സാണ്. ഈ അടുത്ത സമയത്തല്ലേ മംഗലാപുരത്ത് നമ്മുടെ മലയാളിയായ അഷ്റഫ് കൊല്ലപ്പെട്ടു. മൃഗീയമായി പട്ടാപ്പകൽ അടിച്ചു കൊന്നുകളഞ്ഞു അഷ്റഫിനെ. തൊട്ട് മുൻപാണ് കർണാടകയിൽ തന്നെ ഇദ്രീസ് പാഷ പശുവിൻ്റെ പേരിലാണ് കൊല്ലുന്നത്. നമ്മുടെ അതിർത്തിക്ക് അപ്പുറം വരെ എത്തി നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഈ സംഘപരിവാർ വിധേയത്വം, RSS പ്രീണനം ആണ് ഇവിടങ്ങളിലൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു, ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയുന്നു എന്ന ഘട്ടം വന്നപ്പോൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു കെട്ടുകഥ വിശ്വസനീയമെന്ന നിലയിൽ പ്രചരിപ്പിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കാത്ത, ഒരാൾക്കും ചിന്തിക്കാനാവാത്ത ഒന്നാണ് വർഗീയതയോട് ഇടതുപക്ഷം എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത്. ആവാം, എന്തുമാവാം. പക്ഷെ ഇതുകാരും ഒരാൾക്കും ചിന്തിക്കാനാവില്ല. പക്ഷെ അവർ തന്നെ അത് പ്രചരിപ്പിക്കുകയാണ്, ആവർത്തിച്ച് പ്രചരിപ്പിക്കുകയാണ്. പച്ചക്കള്ളം 100 ആവർത്തിച്ച് പ്രചരിപ്പിച്ച് കേരളത്തിലെങ്കിലും ഈ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ കോൺഗ്രസിന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഹീനമായ ഒരു കൃത്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം വെച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ, പറ്റിക്കാൻ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമായി വേണം ഇപ്പോഴത്തെ വർഗീയ വലതുപക്ഷ പ്രചാരവേലയെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്.